കരയിൽ മഴയും കടലിൽ തീയും. കരയിൽ മഴ പെയ്ത് തകർക്കുമ്പോൾ കടലിൽ തീ പടരുമോ എന്ന ആശങ്കയിലാണ് നാം ഇപ്പോൾ. മുങ്ങിത്താണ കപ്പൽ, പൊങ്ങി ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, കടലിൽ കലർന്ന രാസവസ്തുക്കൾ, അങ്ങനെ എല്ലാം ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങളായി ഇന്ന് ജനം ചർച്ച ചെയ്യുന്നു, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ മനോരമ ദിനപത്രത്തിൽ പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് ജയദേവ് ഇതേക്കുറിച്ച് പറഞ്ഞത് സൈലന്റ് സുനാമി എന്നാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളും രാസവസ്തുക്കളിൽ നിന്നും ഇനി ഉണ്ടാവാൻ പോകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഒക്കെയാണ്. മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നാശത്തിന് രാസവസ്തുക്കൾ കാരണമാകുന്നു. അവയിലൂടെ മനുഷ്യരുടെ ഉള്ളിലേക്കും വിഷം എത്താമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രാസവസ്തുക്കൾ കലർന്ന വെള്ളം ശരീരത്തിൽ തൊട്ടാൽ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും അതുവഴി ഉപജീവനം നടത്തുന്നവരും മറ്റൊരു പ്രതിസന്ധി മുന്നിൽ കാണുന്നു. മറ്റൊരു വിഭാഗം ചർച്ച ചെയ്യുന്നത് ഈ കപ്പൽ മനഃപൂർവ്വം മുക്കിയതാക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. ലൈബീരിയയുടെ ഫ്ളാഗ് ഉണ്ടെന്ന് കരുതി ഷിപ്പ് ആരുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്ന് ചിലർ പറയുന്നു. MSC കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് എന്നുള്ളത് മറ്റു ചിലർ ഉയർത്തിപ്പിടിക്കുന്നു. എന്തായാലും ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കാതെ കണ്ടെയ്നറുകൾ നിരീക്ഷിച്ച് ബന്ധപ്പെട്ട വിദഗ്ധർ പരിശോധന നടത്തി ഇതേ സംബന്ധിച്ചുള്ള റിസൾട്ട് പുറത്തുവിടുന്നതുവരെ നമുക്ക് ശ്രദ്ധയോടെ കാത്തിരിക്കാം.